ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് കണ്ണുകളടയ്ക്കാം. ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു ക്രൂശിത രൂപത്തിലേക്ക് നമുക്ക് നമ്മളുടെ ശ്രദ്ധയെ തന്നെ ഒന്ന് കൊണ്ടുവരാം. ശാന്തമായിരുന്നു കൊണ്ട് നമുക്ക് ഈ ഒരു വചനം ശ്രവിക്കാം. യോഹന്നാൻ 10:27. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവർ എന്നെ പിന്തുടരുന്നു. അപ്പം ഇതൊരു കഥ പോലെ പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിങ്ങളെല്ലാവരും കണ്ണുകളടച്ച് ആ ദൈവിക സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരികയാണ്. അപ്പോസ്തലന്മാർ അവരുടെ ആദ്യ ദൗത്യത്തിൽ നിന്ന് മടങ്ങി വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവർ പ്രസംഗിച്ചു, രോഗശാന്തി നൽകി. അതെല്ലാം ചെയ്തതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവർ. അതായത് ഗുരുവിനെ പോലെ തന്നെ അവരും അവരുടെ ജീവിതം വഴി അവർ യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നു. യേശുവയെ പോലെ തന്നെ രോഗശാന്തി നൽകുന്നു. ഈ സമയത്ത് ഈശോ അവരെ ഒരു നിശബ്ദമായ സ്ഥലത്ത് വിശ്രമിക്കുവാൻ ക്ഷണിക്കുന്നു. ആരെ? ശിഷ്യന്മാരെ ഈശോ ഒരു നിശബ്ദമായ സ്ഥലത്തേക്ക് വിശ്രമിക്കുവാൻ ക്ഷണിക്കുകയാണ്. എന്നാൽ ഈ ഒരു വചനഭാഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ജനക്കൂട്ടം അവരെ തുടർച്ചയായി പിന്തുടരുകയാണ്. ഈശോ ശിഷ്യന്മാരെ മാറ്റി നിർത്തി എന്തോ പറയാനായിട്ട് പോകുമ്പോഴും ജനക്കൂട്ടം അവരെ തുടർച്ചയായി പിന്തുടരുന്നു. ഈശോയ്ക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്രമിക്കേണ്ട ഒരു സമയമാണ്. ശിഷ്യന്മാരെയും കൂട്ടി അവരും ഒത്തിരിയേറെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കേണ്ട ഒരു സമയമാണെങ്കിൽ കൂടിയും തൻ്റെ പുറകെ വരുന്ന ഈ ജനക്കൂട്ടത്തെ കണ്ടിട്ട് ഈശോ വിശ്രമം ആവശ്യമുണ്ടായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ജനങ്ങളോടുള്ള സ്നേഹത്തിനെ പ്രതിയും ഈശോയ്ക്ക് അവരോട് ഒത്തിരിയേറെ കരുണ തോന്നുകയാണ്. ഈശോ പറയുകയാണ്, ഈശോയ്ക്ക് ജനങ്ങളെ കണ്ടിട്ട് തോന്നുന്നത് ഇടയനില്ലാത്ത ആടുകളെപ്പോലെയായിരുന്നു അവരെന്നാണ് ഈശോ അവരെക്കുറിച്ച് പറയുന്നത്. ഇത് കണ്ടു നിന്നിട്ടുള്ള അപ്പോസ്തലന്മാർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാഠമായിരുന്നു. അതായത് ശുശ്രൂഷ എന്ന ഒരു ദൗത്യം അത് ഒരു വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അത് നിസ്വാർത്ഥമായ ഒരു സേവനത്തിന് വേണ്ടി ആണ് എന്നുകൂടിയുള്ളൊരു ചിന്ത ആരുടെ മനസ്സിലേക്ക് വരുന്നു? ശിഷ്യന്മാരുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. എന്ത് കൊണ്ടുവരുന്നു? ഈശോൻ്റെ ഈ പ്രവൃത്തി. എന്ത് പ്രവൃത്തി? വിശ്രമിക്കാനായിട്ട് ഈശോ ശിഷ്യന്മാരെയും കൂട്ടി പോകുമ്പോഴും ജനങ്ങൾ പിന്തുടരുന്നപ്പോൾ ഈശോയുടെ വിശ്രമത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ കാര്യത്തിലേക്ക് ഇടപെട്ട ഈ ഒരു സന്ദർഭം ശിഷ്യന്മാർക്ക് ഈശോയിൽ നിന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യമായിരുന്നു. അതായത് ഈശോയെ കണ്ടിട്ട് ശിഷ്യന്മാർ മനസ്സിലാക്കുകയാണ്, അതായത് ശുശ്രൂഷ എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയുള്ള ഒരു കാര്യം മാത്രമല്ല, മറിച്ച് അത് സമൂഹത്തെയും സഭയെയും നമ്മളായിരിക്കുന്ന ഇടങ്ങളെയും സ്നേഹിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായിട്ടുള്ളൊരു ഇടങ്ങളാണെന്നുള്ളൊരു ചിന്തയാണ് ഇവിടെ വരുന്നത്. ഈ നിമിഷങ്ങളിൽ ഇനി ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കും ഒരു ദൗത്യമുണ്ട്. ചില സമയങ്ങളിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുപക്ഷെ നമ്മൾ ഡോക്ടറാവാം, നേഴ്സാകാം, വിദ്യാർത്ഥിനികളാകാം. പല പല മേഖലകളിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില സമയത്ത് നമുക്ക് കുടുംബത്തെയും സമൂഹത്തെയും സഭയെയും സേവിക്കുന്നത് ക്ഷീണകരമായി തോന്നുമ്പോൾ നമ്മൾ ഒരു പടി മുന്നേ നിന്ന് കാണാനായിട്ട് പഠിക്കണം. അതായത് ഈ തളർച്ചയേക്കാൾ അപ്പുറം ഒന്ന് നോക്കിയൊന്ന് ക്രിസ്തുവിൻ്റെ ഹൃദയമൊന്ന് അന്വേഷിച്ചേ. ഈ അപ്പോസ്തലന്മാരെ പോലെ ഈശോനെ ഒന്ന് നോക്കിയൊന്ന് ഈശോ എങ്ങനെയാണ് ആ കാര്യങ്ങളെ ഈശോ ജീവിതത്തിൽ കണ്ടത്. തൻ്റെ
ക്ഷീണിതമായ അവസ്ഥയിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ കഴിവും സമയവും മാറ്റിവെക്കുന്ന ഒരു ഈശോയാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന ഇതാണ്: കരുണ നിറഞ്ഞ കർത്താവേ, നിന്റെ പഠിപ്പിക്കൽ സ്ഥിരവും നിന്റെ സ്നേഹം ഒരിക്കലും മാറാത്തതുമാണ്. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിന്റെ കരുണ നിറഞ്ഞ ഹൃദയത്തെ സ്പർശിച്ചു. അവരെ നയിക്കാൻ നിന്നെ പ്രേരിപ്പിച്ചു. ഈശോയെ, എനിക്കും നിൻ്റേതുപോലുള്ള ഒരു ഹൃദയം തരണമേ. ദൈവിക ഉത്സാഹം നിറഞ്ഞതായ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. നീ എനിക്ക് ഏൽപ്പിച്ചവരെ തളരാതെ സേവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരിക്കൽ കൂടി നമുക്ക് ആ വചനം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് അവസാനിപ്പിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം ഇന്നത്തെ സുവിശേഷത്തിലെ വാക്യമാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവരെ അറിയുന്നു, അവർ എന്നെ പിന്തുടരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.